മരണം വരും മനുജ വരിക കുശിങ്കൽ നീ വരിക കുശിങ്കൽ നീ മരണം വരും മനുജ വരിക കുശിങ്കൽ നീ വരിക കുശിങ്കൽ നീ വാടി പൊഴിയും പൂവിനു സമമ ഓടിപ്പോകും ജീവൻ വാടി പൊഴിയും പൂവിനു സമമ ഓടിപ്പോകും ജീവൻ നൊടിയുടെ അളവിൽ നേടിയതകിലം നൊടിയുടെ അളവിൽ നേടിയതകിലം പാടെ മറക്കും മോടികളല്ല വരിക കുശിങ്കൽ നീ വരിക കുശിങ്കൽ നീ മരണം വരും മനുജ വരിക കുശിങ്കൽ നീ വരിക കുശിങ്കൽ നീ ഈ ഉലസുഖങ്ങൾ മായയെന്നാലും മേലോക ശാശ്വതവാസം ഈ ഉലസുഖങ്ങൾ മായയെന്നാലും മേലോക ശാശ്വതവാസം ഭൂലോകമാകെ നേടിയെന്നാലും ഭൂലോകമാകെ നേടിയെന്നാലും വിലയായി വരുമോ ആത്മാവേ വരിക കുശിങ്കൽ നീ വരിക കുശിങ്കൽ നീ മരണം വരും മനുജ വരിക കുശിങ്കൽ നീ വരിക കുശിങ്കൽ നീ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെയും സെമിത്തേരികളിൽ ചില ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള ഒരു വാക്യം. ഒത്തിരി സ്നേഹിച്ചാലും ഒന്നും ഒപ്പം ഉണ്ടാകണമെന്നില്ല. ഒറ്റപ്പെടാൻ വിധിച്ചവർ ആയതിനാൽ അനുഭവിച്ച് തന്നെ തീർക്കണം. അണഞ്ഞു പോയതിന് ശേഷമേ നമ്മളെക്കുറിച്ച് ചെറുതാണെങ്കിലും കൂടെ ഉണ്ടായിരുന്ന വെട്ടം വളരെ വലുതായിരുന്നെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് മിണ്ടാൻ മടിയുള്ളവരുടെ മുമ്പിൽ മാത്രമാണ് നമ്മൾ തിരക്ക് അഭിനയിക്കുന്നത്. നേരമില്ല എന്ന് പറഞ്ഞ് ന്യായം പറയും. നമ്മൾ മിണ്ടാൻ ഇഷ്ടപ്പെടുന്നവരുടെ മുമ്പിൽ നമ്മൾ എത്ര തിരക്കായാലും അവർക്ക് വേണ്ടി നേരം കണ്ടെത്തിയിരിക്കും. പുറമേ നിന്ന് വിലയിരുത്തൽ എളുപ്പമാണ്, പക്ഷേ ചില വേദനകളുടെ ആഴം അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ആരും നമുക്ക് സ്വന്തമല്ല. മറ്റൊരാൾ വന്നാൽ മാറിക്കൊടുക്കേണ്ട ബന്ധമേ ഉള്ളൂ പലരുടെയും ജീവിതത്തിൽ നമുക്കുള്ളത്. ലോകത്തിൽ ആർക്കും ആരെയും അവകാശപ്പെടാനില്ല. അതിൻ്റെ ഉടയവൻ മടക്കിയെടുക്കുമ്പോൾ വിട്ടുകൊടുത്തേ പറ്റൂ. ജ്ഞാനിയായ ശലോമോൻ ഇപ്രകാരം പറയുന്നു: ദൈവം ഒരു മനുഷ്യന് ധനവും ഐശ്വര്യവും മാനവും നൽകുന്നു. അവൻ ആഗ്രഹിക്കുന്ന ഒന്നിനും കുറവ് വരുത്തുന്നില്ല. എങ്കിലും അത് അനുഭവിപ്പാൻ ദൈവം അവന് അധികാരം കൊടുക്കുന്നില്ല. ഒരു അന്യനത്രേ അത് അനുഭവിക്കുന്നത്. സഭാപ്രസംഗിയിൽ ഇപ്രകാരം പറയുന്നു: ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല, മരണ ദിവസത്തിൽ അധികാരമുള്ളവനുമില്ല. പ്രിയ ശ്രോതാക്കളെ, ഞാൻ മരണത്തെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങൾ മുഖവരയില്ലാതെ പറഞ്ഞതിൻ്റെ കാരണം, മരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വിധിയാണ്. ഒരു ജനനമുണ്ടെങ്കിൽ ഒരു മരണമുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. 3 അക്ഷരം മാത്രമേ ഉള്ളൂ ഈ വാക്കിനെങ്കിലും അതിൻ്റെ ആഴം വലുതാണ്. മരണം ഒന്നിൻ്റെയും അവസാനമല്ല, അത് ഒരു തുടക്കം മാത്രമാണ്. ഒരുവൻ്റെ ആത്മാവിൻ്റെ ആകത്തുക നിശ്ചയിക്കുന്ന ദിവസമാണ് മരണം. ഈ ഭൂമിയിൽ എന്തെല്ലാം നാം നേടിയാലും അത് അനുഭവിച്ചു തീർക്കാൻ സാധിക്കുമെന്ന് ആർക്കും പറയാൻ സാധിക്കുന്നില്ല. ദൈവം ഓരോരുത്തർക്കും ഓരോ അവധി നൽകിയിട്ടുണ്ട്. ആ അവധി ദിവസങ്ങൾ ചെലവിടാൻ മാത്രമേ ഈ ഭൂമിയിൽ നമുക്ക് അവകാശമുള്ളൂ. ഒരുവൻ ഈ ഭൂമിയിൽ എത്ര തന്നെ നേടിയാലും അവന് ലഭിക്കുന്നത് വെറും 6 അടി മണ്ണ് മാത്രമാണ്. ഉറ്റവരുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് അവസാനമായി കൂടെ വരുവാൻ പറ്റുന്ന ഇടം എന്ന് പറയുന്നത് ശവക്കല്ലറ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പറ്റില്ല. നാം ഇവിടെ എന്തെല്ലാം നേടിയാലും കൂടെ കൊണ്ടുപോകാൻ മിത്രങ്ങൾ സമ്മാനിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. അതും ചില ദിവസങ്ങൾക്കുള്ളിൽ ലഭിച്ചു പോകും. നാം ഈ ഭൂമിയിൽ ചെയ്യുന്ന നന്മപ്രവർത്തികൾ എന്തുണ്ടോ അത് മാത്രമായിരിക്കും നമ്മെ മരണശേഷം നമ്മോടൊപ്പം കാണുകയുള്ളൂ. മരിച്ചു കിടക്കുമ്പോൾ അടക്കത്തിന് വേണ്ടി ശവശരീരം എടുക്കുവാൻ വിട്ടുതരികയല്ല എന്ന് അലമുറയിടുന്ന പ്രിയപ്പെട്ടവർ തന്നെ പറയും: ശരീരം വീർക്കാൻ തുടങ്ങുന്ന എത്രയും വേഗം കൊണ്ടുപോയി അടക്കുവാൻ. ഇത്ര മാത്രമേ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവൂ. എന്നാൽ പ്രിയരെ, ഈ ലോകത്തിൽ നിങ്ങളുടെ ജീവിതം അവസാനിച്ചെന്ന് മനുഷ്യർ പറഞ്ഞാലും അത് അംഗീകരിച്ചു കൊടുക്കുവാൻ ബുദ്ധിമുട്ടാണ്.
കാരണം മറ്റൊരു ലോകത്തിലെ ജീവിതം ആരംഭിക്കുകയാണ്. അത് നമ്മുടെ സ്വയമല്ല, അതിനെ നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മെ വിട്ട് പോകുമ്പോൾ പറയുന്ന ഒരു വാക്കാണ്, നമ്മെ വിട്ടുപോയി അല്ലെങ്കിൽ കടന്നുപോയി. ആ യാത്ര എവിടേക്കാണെന്നുള്ള ഉറപ്പ് വരുത്തുന്ന സന്ദർഭങ്ങളാകട്ടെ ഓരോ മരണം സംഭവിക്കുമ്പോഴും നടക്കേണ്ടത്. ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള ബോർഡ് മറക്കാതെ ഇരിക്കുക. നിത്യത ഉറപ്പ് വരുത്തുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ചേരുവോളം ആ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ, ദൈവിക പ്രമാണങ്ങളെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങണം. സർവശക്തനായ കർത്താവ് ഏവരുടെയും ജീവിതം സഹായിക്കട്ടെ. മരണം എന്ന് പറയുന്നത് ആർക്കും നിശ്ചയിക്കാൻ പറ്റുന്നതല്ല. എന്നാൽ അത് ഏത് സമയത്തും സംഭവിക്കുന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്ത് ജീവിപ്പാൻ തുടങ്ങണം. സർവശക്തനായ കർത്താവ് ഏവരുടെയും ജീവിതത്തെ സഹായിക്കട്ടെ. അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ഈ ചെറിയ ചിന്തയാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.